മുൻ മാനേജർ വിപിൻ കുമാർ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് പരാതി നൽകി നടൻ ഉണ്ണി മുകുന്ദൻ. നീതി തേടിക്കൊണ്ട് DGPക്കും ADGPക്കും ഔദ്യോഗികമായി പരാതി നൽകിയതായി ഉണ്ണി മുകുന്ദൻ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. ഈ യാത്രയുടെ അവസാനം സത്യം ചെയ്യിക്കുമെന്ന് ഉണ്ണി മുകുന്ദൻ കുറിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വിപിൻ കുമാർ തനിക്ക് ഉണ്ണി മുകുന്ദനിൽ നിന്ന് മർദ്ദനമേറ്റതായി ആരോപിച്ച് പോലീസിൽ പരാതി നൽകിയത്. ഉണ്ണി മുകുന്ദന്റെ പ്രൊഫഷണൽ മാനേജർ ആയിരുന്ന വിപിൻ കുമാർ ടൊവിനോ ചിത്രമായ നരിവേട്ടയെ പ്രശംസിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടതിനെ തുടർന്ന് നടൻ മർദ്ദിച്ചു എന്നായിരുന്നു ആരോപണം. മാർക്കോയുടെ വിജയത്തിന് ശേഷം വന്ന ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രം പരാജയപ്പെട്ടതും തുടർന്ന് നല്ല ചിത്രങ്ങൾ ലഭിക്കാത്തതും സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നിന്നും ഗോകുലം മൂവീസ് പിന്മാറിയതും ഉണ്ണിയെ ഫ്രസ്ട്രേഷനിലേക്ക് എത്തിച്ചു എന്നതാണ് വിപിൻ കുമാർ പറഞ്ഞത്. എന്നാൽ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞാണ് ഉണ്ണി മുകുന്ദൻ രംഗത്ത് വന്നിരിക്കുന്നത്. താൻ വിപിനെ മർദ്ദിച്ചിട്ടില്ലെന്നും വിപിനെ സഹായിക്കാൻ മറ്റു ചിലരുണ്ടെന്നും ഉണ്ണി മുകുന്ദൻ ആരോപിച്ചു. മാത്രമല്ല തന്നെയും ടൊവിനോയെയും തെറ്റിക്കാൻ ശ്രമം നടക്കുന്നതായും ഉണ്ണി ആരോപിച്ചു. അദ്ദേഹം അവകാശപ്പെട്ടതുപോലെ ഒരു സമയത്തും താൻ ശാരീരികമായി അദ്ദേഹത്തെ ആക്രമിച്ചിട്ടില്ല. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും വ്യാജവും അസത്യവുമാണ്. മുഴുവൻ സ്ഥലവും CCTV സ്കാനിംഗ് വിധേയമാണ്. ഏതെങ്കിലും നിഗമനത്തിലെത്തുന്നതിന് മുമ്പ് ദയവായി അത് പരിശോധിക്കുക. ഞാൻ 5 വർഷത്തേക്ക് വളരെ തിരക്കിലാണെന്നും ഈ വ്യക്തി ആളുകളോട് പറയാറുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതെന്റെ വർക്കുകളെ ബാധിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നെക്കുറിച്ച് മനുഷ്യത്വരഹിതമായ കിംവദികൾ പ്രചരിപ്പിച്ചു. ഒരു നടിയെ ബന്ധപ്പെടുകയും എന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് ഞാനും അദ്ദേഹവും തമ്മിൽ വലിയൊരു വഴക്കിന് കാരണമായി. സമൂഹത്തിൽ എന്റെ പ്രശസ്തി അപകീർത്തിപ്പെടുത്താൻ തന്റെ സ്രോതസ്സുകൾ ഉപയോഗിക്കുമെന്ന് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി. എന്റെ സഹപ്രവർത്തകരുമായി എനിക്ക് എപ്പോഴും ഒരു പ്രൊഫഷണൽ ബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ ഈ വ്യക്തി അങ്ങേയറ്റം വിഷലിപ്തമാണ്. ഈ വ്യക്തി പറയുന്ന ഓരോ വാക്കും തികച്ചും നുണയാണ്. എല്ലാ ആരോപണങ്ങളും ഞാൻ നിഷേധിക്കുന്നു. ഞാൻ ഒരു എളുപ്പ ലക്ഷ്യമായതിനാൽ ചില അനാവശ്യ നേട്ടങ്ങൾക്കും ലാഭങ്ങൾക്കും വേണ്ടി അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ഉണ്ണി മുകുന്ദൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ച കുറിപ്പാണിത്. അതേസമയം വിപിൻ എങ്ങനെയാണ് തന്റെ പരിചയക്കാരനായത് എന്ന് വ്യക്തമാക്കി ഉണ്ണി നേരത്തെ ഒരു പോസ്റ്റ് കൂടി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയാണ്: 2018 എന്റെ നിർമ്മാണ കമ്പനിക്ക് കീഴിൽ ഞാൻ ആദ്യത്തെ സിനിമ നിർമ്മിക്കാൻ ഒരുങ്ങിയ സമയത്താണ് വിപിൻ കുമാർ എന്നെ ബന്ധപ്പെടുന്നത്. സിനിമയിൽ നിരവധി പ്രമുഖ താരങ്ങളുടെ PRO ആണെന്നാണ് അയാൾ സ്വയം പരിചയപ്പെടുത്തിയത്. അയാൾ ഒരിക്കലും എന്റെ പേഴ്സണൽ മാനേജർ ആയിരുന്നില്ല. അടുത്തിടെ റിലീസായ മാർക്കോ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് വിപിനുമായി ആദ്യമായി ഒരു പ്രശ്നമുണ്ടാകുന്നത്. അന്ന് സെബാന്റെ ഒസ്ക്യൂറ എന്റർടൈൻമെന്റ്സിൽ ഒരു ജീവനക്കാരനുമായി വിപിൻ വലിയ പ്രശ്നമുണ്ടാക്കി. അവരത് പരസ്യമായി വിഷയമാക്കി. സിനിമയെ അത് വളരെ അധികം മോശമായി ബാധിച്ചു. സിനിമയുടെ മുഴുവൻ ക്രെഡിറ്റും തനിക്ക് തരാത്തതിന്റെ പേരിൽ വിപിൻ അന്ന് എന്നോട് പൊട്ടിത്തെറിച്ചു. അതെന്നെ സംബന്ധിച്ച് ധാർമ്മികതയ്ക്ക് നിരക്കാത്തതായിരുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ഈ വ്യക്തി എന്റെ ജോലിയെ മോശമായി ബാധിക്കുന്ന തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ്. ഗോസിപ്പുകളും വിടുവായുത്തവും പറഞ്ഞ് നടക്കുന്നതായി വിപിനെതിരെ പുതുമുഖങ്ങളും പ്രമുഖരുമായ നിരവധി സംവിധായകരിൽ നിന്നും എനിക്ക് പരാതികൾ ലഭിക്കാൻ തുടങ്ങി. ഒരു സുഹൃത്ത് എന്ന നിലയ്ക്കും സഹപ്രവർത്തകൻ എന്ന നിലയ്ക്കും ഒരിക്കലും മാപ്പ് കൊടുക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ഈ വ്യക്തി ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കൂട്ടിച്ചേർക്കുന്നു. നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ ഞാൻ മുന്നോട്ട് വെച്ച ആശയങ്ങളെ വിപിൻ ഗൗനിച്ചില്ല. സിനിമയിലെ എന്റെ ചില സുഹൃത്തുക്കളുടെ പിന്തുണ തനിക്കുണ്ട് എന്നതാണ് അവൻ അവകാശപ്പെടുന്നത്. പിന്നീട് എനിക്കും സുഹൃത്തായ വിഷ്ണു ഉണ്ണിത്താനും മുന്നിൽ വെച്ച് അവൻ എല്ലാ തെറ്റുകൾക്കും ക്ഷമ പറഞ്ഞിട്ടുണ്ട്. എന്റെ എല്ലാ ഡിജിറ്റൽ ഡാറ്റകളിലേക്കും ആക്സസ് ഉള്ളത് കാരണം ഒരു ക്ഷമാപണം എഴുതി ഞാൻ മേടിച്ചു. അവർ അത് എഴുതി അയച്ചില്ല. പകരം ഞാൻ കാണിച്ചത് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും തികച്ചും തെറ്റായ വ്യാജ ആരോപണങ്ങൾ പ്രചരിപ്പിക്കുക എന്നതാണ്. അതേസമയം വിപിൻ നൽകിയ പരാതി ഇങ്ങനെയായിരുന്നു: കഴിഞ്ഞ ദിവസം ഉണ്ണി മുകുന്ദൻ ഫോണിൽ വിളിക്കുകയും നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പുറത്ത് എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറഞ്ഞെങ്കിലും സമ്മതിച്ചില്ല. തുടർന്ന് അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം രാവിലെ താൻ താമസിക്കുന്ന കാക്കനാട്ടെ ഫ്ളാറ്റിൽ അപായപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ ഉണ്ണി മുകുന്ദൻ വന്നു. തുടർന്ന് 1-ാം നിലയിലെ ആളൊഴിഞ്ഞ പാർക്കിംഗ് സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചു. തന്റെ വില കൂടിയ കൂളിംഗ് ഗ്ലാസ് നിലത്തെറിഞ്ഞു പൊട്ടിച്ചു. ഈ ഗ്ലാസ് തന്നത് ഉണ്ണി മുകുന്ദൻ ശത്രുത പുലർത്തുന്ന മറ്റൊരു താരമായിരുന്നു. അത് ഉണ്ണിക്ക് അറിയാം.
അതുകൊണ്ടാണ് അത് പൊട്ടിച്ചത്. താടിയിലാണ് ആദ്യം മർദ്ദിച്ചത്. കൈകൾ ചേർത്ത് പിടിച്ച് മർദ്ദിക്കാൻ ശ്രമിച്ചപ്പോൾ കുതറിയോടി. പക്ഷേ ഉണ്ണിമുകുന്ദൻ പിറകെ ഓടി മർദ്ദിക്കാൻ ശ്രമിച്ചു. അതുവഴി വന്ന ഫ്ളാറ്റിലെ മറ്റൊരു താമസക്കാരനാണ് പിടിച്ചു മാറ്റിയത്. ഇനി കൺമുന്നിൽ വന്നാൽ തന്നെ തല്ലിക്കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. തന്റെ ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടെന്നും പോലീസ് സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉണ്ണിമുകുന്ദനെതിരെ കേസെടുത്തിരിക്കുന്നത്. വിവാദങ്ങളൊന്നും തന്നെ ഉണ്ണിമുകുന്ദന് പുത്തരിയല്ല. ലൈംഗികാക്രമണ പരാതിയും യൂട്യൂബർ സീക്രട്ട് ഏജന്റിനെ ഭീഷണിപ്പെടുത്തിയതുമൊക്കെ ഉണ്ണിമുകുന്ദനുമായി ബന്ധപ്പെട്ട മുൻ വിവാദമായ കേസുകളാണ്. ലൈംഗികാതിക്രമണ പരാതി 2017 സംഭവിച്ചത്. സിനിമാ ചർച്ചയ്ക്കായി ഉണ്ണിമുകുന്ദന്റെ ഇടപ്പള്ളിയിലുള്ള വസതിയിലെത്തി തന്നോട് നടൻ ലൈംഗികാക്രമണം നടത്തിയെന്നായിരുന്നു യുവതിയുടെ പരാതി. 2017 ഒക്ടോബർ 23 സംഭവം നടന്നതെന്ന് കാണിച്ച് സെപ്റ്റംബർ 15 യുവതി കേസ് ഫയൽ ചെയ്തു. എന്നാൽ കേസ് വ്യാജമാണെന്ന്, തന്നെ കള്ളക്കേസിൽ കുടുക്കി അപമാനിക്കാനും പണം തട്ടിയെടുക്കാനാണ് ശ്രമിക്കുന്നതെന്നും പറഞ്ഞ് ഉണ്ണിമുകുന്ദൻ വാദിച്ചു. 6 വർഷങ്ങൾക്ക് ശേഷം 2023 മെയ് 23 കോടതി കേസ് തള്ളി.